പിന്നെ നീ പുതിയ സൈഡൊക്കെ വെച്ചേക്കണ എന്തിനീ നീ പുതിയ പണിക്കാരെ പറ്റിയാ മീൻ ഇറക്കണേ? വേറെ അല്ല, ഞാൻ എന്ത് ചെയ്യാൻ, തറയിൽ നിന്ന് ഇറക്കാൻ പറ്റണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ടുപോലെ ഇങ്ങനെ നിരത്തി വെക്കാം, ഇങ്ങനെ ഇരുന്ന് മീൻ ഇറക്കാം. ഇങ്ങനെ മീൻ ഇറക്കണ? അല്ല എന്ത് ചെയ്യാൻ, പുതിയ സ്ഥലത്തിരുന്ന മീൻ ഇറക്കണ? ഓ അമ്മ, ഇതൊക്കെ കൊള്ളാം. പുതിയ സ്ഥലത്തിരുന്ന മീൻ ഇറക്കണം, കൊള്ളാം. നിനക്ക് ഓരോ ദിവസവും ഓരോ കണ്ടു കൊടുക്കോ? തറയിരുന്ന് അറക്കാൻ പറ്റാത്തോണ്ട് തൽക്കാലം എന്റെ മേളിൽ കയറി ഇരുന്ന് അറക്കണ്. നിങ്ങൾക്ക് എന്തമ്മ പിടിക്കണില്ലേ? കൊള്ളാം. നീ തറയിറങ്ങിയത് അറക്കത്തുന്നത്? അമ്മ തറയിരുന്ന് അറക്കാൻ പറ്റൂല അമ്മ, നിങ്ങൾ ഇത്തിരി മിണ്ടായിരിക്കും. നിങ്ങൾ തറയിരുന്ന് അറക്കാൻ പറ്റൂലെന്ന്, തറയിരുന്ന് അറക്കാൻ പറ്റാത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യണം. നിനക്ക് തറയിരുന്ന് അറക്കാക്കൂല്ലേ? കുടിച്ചോളൂല്ലേ? നീ തൈലം വാങ്ങിച്ചിട്ടാ മാറും. നീ അതൊന്നും ചെയ്യില്ല. തൈലം എവിടെ? തൈലം അതിന്റെ കൂടെ പിടിച്ചു പറഞ്ഞോണ്ട് പോവില്ലേ കാലത്തെയാ? തൈലം അവിടെ വിളിക്കുമ്പോ നമ്മൾ ഇവിടുന്ന് ഓടി ചെല്ലുമ്പോഴത്തേക്കും തൈലമൊക്കെ പോകും അമ്മ, അതറിയാമോ? തൈലേ റോഡേ കൂടെ വിളിക്കുമ്പോ നമ്മൾ ഇവിടുന്ന് ഓടി ചെല്ലുമ്പോഴത്തേക്കും തൈലമൊക്കെ അങ്ങ് കുടപ്പനക്കുന്നിലെത്തും, നമുക്ക് കിട്ടേന്നുമില്ല. രാവിലെ കൊണ്ടുപോകൂ? രാവിലെ വിളിച്ചോണ്ട് പോണത്, വിളിച്ചോണ്ട് പോണ രാവിലെ അല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞു. എന്തൊരു മീന് ഇത്? കൊറേ ഉണ്ടമ്മ. ചീല ഉണ്ട്, കൊഴിയാളയുണ്ട്, നാടൻ ചാളയുണ്ട്. കൊള്ളാം. എല്ലാം കൂടെ ഇട്ട് തന്നത് പൊരിക്കാൻ കൂടെ എടുക്കാം. ഇതെല്ലാം കൂടെ പൊരിക്കാൻ എടുത്ത് ഇത് കറി വെക്കാൻ എടുക്കാം. എവിടുന്ന് വാങ്ങിച്ചാൽ? മരുതൂര്. മരുതൂരാ? ഓ, മരുതൂർ പെയ്യാൻ ഞാൻ പോയില്ല, നിങ്ങളെ മോൻ പോയി. മോനാ? അവൻ പോവല്ലേ, അവൻ എല്ലാത്തിനും പോവും. പോവോ? ആ. ഞാൻ മടത്ത് വന്നത് തന്നില്ല, ഒന്നും കുടിച്ചില്ല. ഒന്നും കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട. നീ കാലത്തെ കാപ്പി ഒന്നും പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ലല്ലേ? ഞാൻ ഓരോന്നും വാങ്ങിച്ചു വിട്ടാ മതി. ആരമ്മ? അവനാ. എന്ത്? അവൻ ചന്തയിൽ പോയി ഓരോന്നും വാങ്ങിച്ചോണ്ട് വരും. നമ്മളെ പോണ്ട. അവൻ ജോലിക്കാരനും പോണില്ല, ഇത് ഇങ്ങനെ ചെയ്തിട്ട് തന്നെ. ജോലിക്ക് പോവാത്തത് എനിക്ക് വയ്യാത്തോണ്ടാണമ്മ. അവൻ ചന്തയിലൊന്നും പയ്യ അവൻ ഒന്നും വാങ്ങിച്ചോണ്ട് വരില്ല. അവനെ രാവിലെ പോവും. പിന്നെ നീ ആര് പോണ? നീ മാത്രം പോണ്ട്. നീ മാത്രം പോവും. വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ല. ആഹാരം കഴിച്ചൂടാ, ആഹാരം കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. അരിയിട്ട് വ്യാപിക്കുന്ന രാത്രി മാത്രമേ കഴിക്കുള്ളൂ. രാത്രി 2 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ചോറേനും. പിന്നെ 3-ാമതും 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് 2-ാമതും കൂടെ 1 ഗ്ലാസ് വെള്ളം കുടിക്കും. അടിയെന്ന് എനിക്ക് 4 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കണക്ക് പാല് കുടിക്കാനും പറ്റൂല. പാലാ? അത് കണക്ക് കുടിക്കാനും പറ്റൂല. കാലത്ത് പാല് രാത്രി കഴിക്കും പോലെ കുടിക്കാൻ പറ്റുമോ? അതെന്ത് കാര്യം? എന്ത് ഈ ഇതുകൊണ്ട് കുടിക്കാൻ ഒക്കില്ല. ഏമ്പൊക്കെ ഇടണം. അമ്മ നിങ്ങളോട് ഞാൻ എത്ര കൊല്ലം കൊണ്ട് പറയണ, ഈ ഏമ്പക്കം പതിയെ ആഹാരം കഴിച്ചാൽ മതും. പതുക്കെ ആഹാരം കഴിക്കാൻ ഞാൻ പതുക്കെ കഴിക്കുന്നുള്ളൂ. പതുക്കെ തന്നെ കഴിക്കണം. പതുക്കെ കഴിക്കണോണ്ടാണ് മാറണത്. നിങ്ങൾ ആദ്യം വാരി വലിച്ച് തിന്നോണ്ടിരുന്നോണ്ട് അത് മണ്ടേ കയറി. അത് ഇങ്ങനെ തന്നെ. അമ്മ നിങ്ങൾ ആദ്യം വാരി വലിച്ച് തിന്നോണ്ടിരുന്നു, അപ്പൊ അത് മണ്ടേ കയറി. ഇപ്പം പതിയെ തിന്നണോണ്ട് മണ്ടേ കയറുന്നില്ല. അതാണ് വ്യത്യാസം. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കില്ല. എനിക്ക് അറിഞ്ഞൂടാ. എന്തോന്ന് പതിയെ തിന്നാനാ? ഇത് അറിഞ്ഞൂടാ. ഞാൻ പതുക്കെ തന്നെ ചോറിയും. ഞാൻ ആശുപത്രി പോയി ഡോക്ടറെ കാണിക്കണം. എന്തോന്ന്? ഇത് എന്തോന്ന് കാണിക്കണം? ആഹാരം കഴിക്കാൻ. എന്തോന്ന് പതുക്കെ തിന്നണേ? പതുക്കെ തിന്നണത് എങ്ങനെയാ? അതാ ഡോക്ടറെ കാണിക്കണോ? ഒരു വല്ലാത്ത അസുഖം തന്നെ അമ്മ. വല്ലാത്ത അസുഖമാണ്. അത്രേ ഉള്ളൂ. അത് ഡോക്ടറെ കണ്ടുപിടിച്ചാലേ അറിയാതെ. വാരി വലിച്ച് തിന്നാതെ പതുക്കെ തിന്നണ എങ്ങനെയാ ഡോക്ടറെ കണ്ടുപിടിക്കണോ?
അല്ലാതെ അറിഞ്ഞൂടാ. ഏത് ആശുപത്രി കാണിക്കണ? ഏത് ആശുപത്രി? വ്യാധികട മെന്റി ആശുപത്രിയല്ലേ പോയിക്കൊണ്ടിരിക്കാം. പതുക്കെ തിന്നണത് പഠിക്കാൻ പറ്റിയ ആശുപത്രി. ഡോക്ടർ അങ്ങോട്ട് ബാക്കിലോട്ട് ചെല്ലാൻ പറയും. അവിടെ ചെന്ന് നിങ്ങളെ പഴയ കൂട്ടുകാരികളെ കാണിച്ചെന്ന് പഠിപ്പിക്കും. നിങ്ങൾക്ക് വേറെ വേലയില്ലേ അമ്മ? മെന്റൽ ആശുപത്രി പോയാൽ നിങ്ങൾ അവിടെ പിടിച്ച് കിടത്തുവോ? അതറിയാമോ? പോണേ, അവിടെ പിടിച്ച് കിടത്തുവന്ന്. അവിടെ പിടിച്ച് കിടത്തണമെങ്കിൽ അവിടെ പിടിച്ച് കിടത്തത്. അവിടെ കിടക്കാൻ ഇഷ്ടം തന്നെ? അവിടെ കിടക്കാൻ ഇഷ്ടം തന്നെ? ഇഷ്ടം തന്നെ അവിടെ കിടക്കാം. അല്ല, അവിടെ കിടക്കാൻ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളെ കൂടെ കിടക്കണവർ അടിക്കൂലേ? ഇവിടെ കിടക്കണം, വീട്ടിലല്ലേ കിടക്കണം. വീട്ടിൽ വെള്ളം ഇല്ലാതല്ലേ കിടക്കണം. അവിടെ കിടക്കാൻ വെള്ളം ഉണ്ടായി. അമ്മ അത് തന്നെ. അപ്പൊ അവിടെ കൂടെ കിടക്കണവർ അടിക്കൂലേ നിങ്ങളാ? കൂടെ കിടക്കണവരെ അടിക്കണേ. പിന്നെ നിങ്ങൾ അടിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം പിടികൂടാൻ പോണേനാണ് അടിക്കണേന്ന്. അപ്പൊ ഈ വാങ്ങിച്ച് പിടിച്ചോണ്ട് വന്നതാരാണ് ഇത്രയും നാളും? ഞാൻ തന്നെ. ആ, അതറിഞ്ഞാ മതി, അതറിഞ്ഞാ മതി. അപ്പൊ നിങ്ങൾ അടികൂടാൻ പോയിട്ടാണ് അവരിന്ന് കിട്ടണത്? അല്ലാതെ പറ്റൂല. എന്തിനാണ് അടികൂടാൻ പോണെന്തിനാണ്? ഞാൻ നമുക്ക് തോന്നും, നമ്മൾ പോകും. അതായത് അവിടെ കിടക്കണവര് തോളത്ത് കയറാൻ തോന്നും, പോവും, അങ്ങനെയാണാ? എന്റെ പൊന്നു ശോഭനെ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടേ അമ്മ? ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെയും പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ. തോന്നുന്നു, തരുന്നു. ഈ മീനൊക്കെ എങ്ങനെ ഇറക്കാൻ പറ്റിയായി? അത് പണ്ടേ എന്റെ ചെറുപ്പത്തില് അമ്മ ജോലിക്ക് പോവായിരുന്നു. അമ്മ ജോലിക്ക് പോകുമ്പം അമ്മ വെളുപ്പിനെ ജോലിക്ക് പോകുമ്പോ എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ വീടിനടുത്ത് ചന്തയുണ്ട്. അന്ന് എട്ടാങ്കല്ല് ചന്തയുണ്ട്, കുന്നത്തിടയിലും ചന്തയുണ്ട്. ഈ രണ്ട്, അതായത് നമ്മളെ വീടിന്റെ അപ്പുറവും അപ്പുറവും ചന്തയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാ? ചന്തയിൽ പോയി മീൻ വാങ്ങിച്ച് അമ്മ അറക്കണത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വെളുപ്പിനെ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പം അമ്മ വെളുപ്പിനല്ല, അമ്മ വെളുപ്പിനെ ജോലിക്ക് പോവുമല്ലോ. അപ്പൊ അമ്മ വരുമ്പം അമ്മ അറക്കണത് കണ്ട് പഠിച്ചു വെച്ചിരുന്ന ഓർമ്മയില് മീൻ അറക്കാൻ പഠിച്ചു. എന്നിട്ട് അമ്മ വരുമ്പം മീൻ കറി വെച്ചിരിക്കും. മനസ്സിലായ? ചെറുപ്പത്തിലെ മീൻ വയ്ക്കൂ? ചെറുപ്പത്തില്. ഞാൻ ഈ നന്ദന്റെ പ്രായത്തിൽ നമ്മളെല്ലാം വീട്ടില് ചോറ് വെച്ച് അരി വടിച്ച് എന്തെങ്കിലും തോരനാ വീഴിക്കുരട്ടൊക്കെ അരിഞ്ഞ് കറി വെച്ച് മീൻ കറി വെച്ച് നമ്മൾ തന്നെ ചന്തയിൽ പോയി. അന്ന് 5 രൂപയ്ക്ക് വലിയ ചൂരയൊക്കെ കിട്ടുമായിരുന്നു. ഒരു ചൂരയ്ക്ക് 5 രൂപയേ ഉള്ളുമായിരുന്നു. പോയി മീനൊക്കെ വാങ്ങിച്ച്, എന്റെ നന്ദന്റെ പ്രായം, മീനൊക്കെ വാങ്ങിച്ചു വെക്കുക. അപ്പുറപ്പുറമുള്ള മാമിമാര് ചന്തയിൽ പോകുമ്പോ കൂടെ നമ്മളും കൂടെ പോയി മീനൊക്കെ വാങ്ങിച്ച് അമ്മ വരുമ്പോ വെച്ചിരിക്കും. പിന്നെ അച്ഛൻ കാണും വീട്ടില്. അച്ഛൻ എല്ലാം പറഞ്ഞു തരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അന്നത്തെ കാലം അങ്ങനെയായിരുന്നല്ലോ അമ്മ. എല്ലാം നമ്മൾ തന്നെ ചെയ്തേ ഉള്ളൂ. അന്ന് പണക്കാരുടെ വീട്ടിലാണെങ്കിലും പാവപ്പെട്ടവരുടെ വീട്ടിലാണെങ്കിലും അന്ന് ആ വീട്ടിലുള്ള പെൺമക്കൾ തന്നെയാണ് എല്ലാം ചെയ്യണം. ഇന്നത്തെ കാലത്ത് മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിള്ളേരിൽ പറഞ്ഞാൽ പിള്ളേർ ചെയ്യേയില്ല. ഇനി നിർബന്ധിച്ച് ചെയ്യിച്ചാൽ പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിച്ചെന്നും ആവും. അന്നത്തെ കാലം അങ്ങനെയല്ലായിരുന്നാ? എല്ലാവരും വീട്ടിലുള്ള മക്കളല്ലേ ചെയ്യണ അല്ലേ? അന്ന് വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും ഒരുമിച്ച് ചന്തയിലും പോയി എല്ലാരും ഒരുമിച്ച്. നമുക്കവിടെ നാടകമൊക്കെ വരുമ്പോ കാണാൻ പോകുന്നതൊക്കെ എന്ത് രസമായിരുന്നു. നിങ്ങൾ നാടകം കാണാൻ പോയിട്ടില്ലേ? ഞാൻ പോയിട്ടില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞതാ വെളുപ്പിനെയൊക്കെ പോകും. പോയിട്ടില്ലേ? ഇന്നാള് നിങ്ങൾ പറഞ്ഞതാ പോകും. ഉറങ്ങോ? കേക്കോ? അപ്പൊ കാണാൻ തോന്നൂലേ? ഞാൻ പോവില്ല. എന്റെ അസുഖം അടിയിട്ടോ? ഒരു വട്ടം കിട്ടി അടി. എങ്ങനാ? അപ്പൊ പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തോണ്ട് അടിച്ച്. പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തല്ലോ? എന്തിനാ കാര്യം? എന്തിന് കാര്യം? അവിടെ കിടന്ന പെണ്ണുങ്ങളാ കളിക്കാൻ പോയി. എങ്ങനെ കളിക്കാൻ പോയാ? അവരോട് കളിക്കാൻ പോയി, കൂട്ടുകൂടി കളിക്കാൻ പോയി. അങ്ങനെ അടിച്ചത്. വഴക്കായാ? എങ്ങനെ വഴക്കായത്? എങ്ങനെ അത് വഴക്കായി? അമ്മ അതിനെ വഴക്കാവാൻ ഒരു കാരണം വേണ്ട. എന്തിന് കാരണം? എന്തിന്? എന്റെ സ്വഭാവം പിടിക്കൂലേ? അതിനും വേണ്ടിട്ട് എന്തിനാ ഉണ്ടായ അവിടെ വഴക്കാവാൻ? അവര് ഈ വഴക്കൂടി. എന്തിന്? അവർക്ക് നമ്മൾ അവരൊന്നും പിടിക്കൂലേ? അവരെല്ലാരും ഒറ്റക്കെട്ടാ?
ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ട് 40-45 പേരുള്ളിടത്ത് അവരെല്ലാം ഒറ്റക്കെട്ട് ഞാൻ ഒറ്റയ്ക്കായിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം എന്ത് സൂപ്പർ. പണ്ട് മരിച്ചേരി എനിക്കറിഞ്ഞുകൂടാ. പണ്ട് മരിച്ചേരി എവളാ സ്വഭാവം നമ്മൾ അറിഞ്ഞുകൂടാ. അടുത്ത് കടന്ന ഒരു വഴക്കോടി മരിക്കല്ലായി. എങ്ങനാ? ഡോക്ടർ മാത്രം കൊണ്ടുപോയി. അതേ എന്തിന് പറ്റിയത് അവരെ കൈ മുറിഞ്ഞു. തന്നെ? ആരാ? നിങ്ങളെ കൈ അവരെ കൈയാ? അവരെ കൈ. ഓഹ്, എന്ത് ചെയ്താ നിങ്ങള്? ഓ, നിങ്ങളാ? എന്തിന്? അപ്പൊ അവരെ കൈ മുറിഞ്ഞു. അവര് എന്റെ കളി കളിക്കാൻ വന്നു. ഇതൊക്കെ എപ്പോഴാണ് നടക്കണത്? നമ്മ അവിടെ ആരും കാണൂലേ ഇതൊന്നും? അവിടെ ആരും കാണൂലേ ഇതൊന്നും? അവിടെ ആളുണ്ടായിരുന്ന ആരും ഇതൊക്കെ നോക്കണം. എന്നാലും അവരിതൊക്കെ നോക്കാനല്ലേ അവിടെ ആൾക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണ. അവര് ഇതൊക്കെ നോക്കണം. അവരിതൊന്നും ശ്രദ്ധിക്കൂലേ? ഇതനുസരിച്ച് നിങ്ങൾ തമ്മിൽ വഴക്കൂടുമ്പോ അവരറിയൂലേ? അറിയൂലേ? പിന്നെ പതുക്കെ അറിയോളാ? അമ്മ മരിച്ചു, അതും അങ്ങനെയായിട്ട് മരിച്ചത് ആരും അറിയാതെ. ഇവര് ശ്രദ്ധിക്കൂലല്ലേ? ഇനിയെ പറ്റി ശ്രദ്ധിക്കില്ല, നോക്കില്ല. തന്നെ? കൊണ്ടാക്കി തരട്ടോ ഒന്നും കൂടാ? അവിടെ ആളുകളായി. ആളുകളായാ? ഇനി അവിടെ ആരുമില്ല. മാസം മരുന്ന് മാത്രം മതി. മരുന്ന് മാത്രം മതിയാ? മീന് മാത്രമല്ല, മച്ചിനിയൊന്നും അല്ലേ. മീന് മാത്രം വെച്ചെത്തിരീന. ഇത്രയും ദിവസം മീൻ മാത്രം വെച്ച് എന്തൊരു ചെയ്താ? പോണേ, ഇനിയിപ്പൊ കൊറേ ദിവസം കൊണ്ട് മരിച്ചിനേക്കകത്തത്. എനിക്ക് വയ്യം വരുന്ന അരിയെ. പോണേ, പിളപ്പിച്ച അരിയാൻ എന്നെ കൊണ്ടുപോയി. കുറച്ചു ദിവസം കഴിയട്ടെ. അതുപോലെ മരിച്ചിന് ഇപ്പോഴത്തത് വേവൂലമ്മ. ഇപ്പോഴത്തെ മരിച്ചിന് വേവൂല. മലയും പോർവാണോന്ന് പറഞ്ഞാ എവിടെ പോണോന്ന്? മലയും പുറവനെന്ന് പറഞ്ഞാ അവര് തരൂല്ലേ. മലയും പുറവനാ? മലയും പുറ. മലയും പുറ? അത് മലയും കിഴങ്ങാ? അറിയാം. മലയും കിഴങ്ങല്ലേ? ആരോട് ചോദിച്ചു വാങ്ങിക്കേ? അത് അവരുടെ കാഴ്ച കിട്ടുകൂടി. ആരേല്? ഓ, വിൽക്കണവര് ചോദിക്കാം. അത് ഇന്ന് മുളവല്ലി തൊട്ടാന്റെ കയ്യ വെട്ടിക്കളയും. നീ കൂട്ടുകൂടെ പോവല്ലോ. എന്റെ പറഞ്ഞ കേക്കില്ല. നീ കൂട്ടുകൂടെ മോളെ കാണാൻ തരിക്കാൻ പോവും. ഞാൻ അങ്ങോട്ട് തകർക്കാൻ പോണേൽ തന്നെ ഞാൻ പറ്റണം. അങ്ങോട്ട് തകർക്കാൻ പോണേൽ തന്നെ കുഴപ്പം. അവളോട് മണ്ടാലും മറ്റേ ഇവരോടൊക്കെ മണ്ടിയാ ഒരു കുഴപ്പമില്ല. നീ രാത്രി എന്ത് ചോദിക്കും, അത് വരും. ചക്ക ഉണ്ടാക്കി തരും. അത് അവര് ഒരു കരിഞ്ഞ ചുറ്റും കാണിക്കും. ഇവര് ഒന്നും കാണിക്കില്ല. ഇവള് ഭയങ്കരയാണ്, ഉത്തത്യാണ്. ഈ നാട്ടിൽ ആരെങ്കിലും അവരുടെ മിണ്ടുവോ? അവരുടെ മിണ്ടുവോ? നീ മാത്രമേ മിണ്ടുള്ളൂ. നിനക്ക് ഒരു പുതുമർച്ച. നീ എവിടെ കൂട്ടുകൂട്ടം പോവാലും ഈ നാട്ടിൽ ആരുടെ കൂട്ടുകൂട്ടം പോവാലും കൂട്ടുകൂടായി ഇതാണ് കുഴപ്പം. സഹായിക്കും. വന്ന കാലം തൊട്ട് ഞാൻ പറയേ, അറിഞ്ഞാൽ നീ കേക്കില്ല. അമ്മ, നമ്മളെ ഒരു നാട്ടിൽ താമസിക്കുമ്പം നമ്മളോട് എങ്ങനെയെന്നല്ല, നമ്മളൊരു മര്യാദ കാണിക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്തിന് പോണ? അവളോ കൂട്ടുകൂടൊക്കെ വേറെ ആരും അല്ലേ നിനക്ക് കൂട്ടുകൂടാൻ? ഇനി അവളോടെ കൂട്ടുകൂടാൻ പോണേച്ചി നടക്ക. അവളെ മാത്രം പിടിക്കുള്ളൂ. നിന്റെ നാട് പോലെയല്ലേ ഇവിടെ.
ചെറുക്കൻ വരണേ. വരായില്ല അമ്മ, 3:30 ആവണതല്ലേ ഉള്ളൂ. 3:30 ആവണതേ ഉള്ളൂ. ചെറുക്കാൻ വരാൻ 4:30 ആവൂലേ? വണ്ടി അവിടെ ഇരിക്കാൻ ഒക്കൂല. അതെന്ത്? നീ ഇവിടെ ഇരിക്കാൻ നേരത്ത് അവിടെ അവിടെ അങ്ങനെ ഇരിക്കും. ഓ ശരിയാണ്. കാക്കുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്ക അവിടെ അതെന്നാ നിങ്ങൾ ഇവിടെ നിന്നിലേക്ക് എന്നെ കാക്കുണ്ടോ? എന്ന് ചേർക്കാൻ ജോലിക്കോ? കുറച്ചു ദിവസം വീട്ടിൽ കാണും. കുറച്ചു ദിവസം വീട്ടിൽ കാണും? ഓ എന്ന് വീട്ടിൽ കുറച്ചു ദിവസം വീട്ടിൽ കാണും അമ്മ. എന്ന് ജോലിയോ? അമ്മ കുറച്ചു ദിവസം ഇനി വീട്ടിൽ കാണും. കുറച്ചു ദിവസം കഴിഞ്ഞേ ജോലിക്ക് പോവുള്ളൂ. കുറച്ചു ദിവസം വീട്ടിൽ കാണോ? എന്റെ ദൈവമേ, വീട്ടിൽ ഇങ്ങനെ ശരിയാവും. എന്ത് ഭയങ്കരമാണ്. ഭയങ്കരമാണോ? ആ തന്നെ. ആ അവ ഉള്ളോണ്ട് എന്നെ തോളി കയറാൻ പറ്റണില്ലേ? രാജ്യം കൂടുതലാണ് തന്നെ. ആ അവ ഉള്ളോണ്ട് തോളി കയറാൻ പറ്റണില്ലല്ലേ? ആരിക്ക് പോണേ? അയ്യോ, അവന്റെ ഒന്നും പറഞ്ഞാ കേക്കയില്ല. ഞാൻ പറഞ്ഞിട്ട് കേക്കണുണ്ടല്ലോ, നന്നായിട്ട് ചെവിയാക്കാം. ഒന്നും കേക്കില്ല, എല്ലാം കേക്കണുണ്ട്. ആ എനിക്ക് എന്തൊരു വാങ്ങിച്ചെന്ന് ഒരു അടുപ്പ് വെച്ച് തരാൻ പറഞ്ഞാൽ ഒരു അടുപ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ വീണ്ടും അടുപ്പില്ല. പിന്നെ ആരോടാ പറയാൻ? ഞാൻ ഒന്നുമില്ലാതെ ചുമ്മായിരിക്കും. അമ്മ ഈ അടുപ്പ് വാങ്ങിച്ചെന്ന് ഇങ്ങനെ മീനൊക്കെ നുള്ളി നിങ്ങൾ കറിയൊക്കെ വെക്കോ? മീനൊക്കെ നുള്ളും. ഇതുപോലെയൊക്കെ നുള്ളി കറി വെക്കോ? വെക്കോ? അറപ്പോത്തി കിട്ടിയിട്ട് നിങ്ങളെ കയ്യിൽ അറപ്പോത്തി പോയിട്ട് ഒരു ബ്ലേഡിന്റെ തുണ്ടെങ്കിലും നിങ്ങളെ മോൻ തരുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടാ? തുണ്ടൊന്നും തരൂല. ആ അപ്പൊ പിന്നെ മിണ്ടാതിരി. ഞാൻ മെന്റെ ആശുപത്രി കിടന്ന അവിടെ വെച്ച് മാൻ പറയും ഞാൻ വീട്ടിൽ പോവാ മര്യാദക്കാന്ന് പറയും. അപ്പൊ അവരിഞ്ഞ് വരും. അവരിഞ്ഞ് വിടും. നേരെ പറ. വിടും, നേരെ വിടും. വിടും. എന്നിട്ട് മോനോട് അഞ്ഞു പോരാ. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് വ്യാപിക്കും. എന്നിട്ട് കുടിക്കും. എന്നിട്ട് കുടിച്ചും കൊണ്ട് കിടക്കും. എന്നിട്ട് ഞാൻ കുളിയെടുത്ത് കുളിയെടുത്ത് തരാൻ പറയും. കുളിയെടുത്ത് തരും. തിന്നും കൊണ്ട് കിടക്കും. ഒരാഴ്ച കഴിയുമ്പോ എന്റെ തൈക്കണ കാണിക്കും. തനിക്കുണം കാണിക്കും. കണ്ണ് കന്ന് തന്നു. കണ്ണ് ഉറങ്ങണം. ഉറക്കം വന്ന അമ്മ അതേനമ്മ, അത് ഉറക്കം വന്നാ ഉറങ്ങണം, ഇല്ലെങ്കിൽ കണ്ണ് കാന്തും. ഞാൻ കിടന്ന് ഉറങ്ങൂല. ആ മന മുടിയുമായിരിക്കും അല്ലേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ മന മുടിയുമായിരിക്കും അല്ലേ? പിന്നെ ഈ പോയി കിടന്ന് ഉറങ്ങണത് ആരാണ്? നിങ്ങളെ പറയാതോ? ഭാര്യ കിടന്ന് ഉറങ്ങൂല. അപ്പൊ ഈ പോയി കിടന്ന് ഉറങ്ങണത് ആരാണ്? രാത്രി ഉറങ്ങുള്ളൂ. അമ്മ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അപ്പൊ ഈ ഇവിടെ കിടന്ന് ഉറങ്ങണം ഞങ്ങൾ കാണണതാ? പോണേ. ആ തെങ്ങിന്റെ മൂട്ടി കൊണ്ട് കളഞ്ഞിട്ട് വാ. തെങ്ങിന്റെ മൂട്ടില് പോയി. സംഭവം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മെന്റൽ ഹോസ്പിറ്റലിലെ ഓർമ്മ വന്നതാണ് കേട്ടാ. ഇത് 2 ഐറ്റം മീനാന്നേ. ഇതൊന്ന് കൊഴിയാള, ഇത് കൊഴിയാള മാത്രം. അത് കൊഴിയാള, ചാള, പിന്നെ ചീലാവ്, ഇതെല്ലാം കൂടെ മിക്സ് ആയത്. അത് ഞാൻ പൊരിക്കാൻ എടുക്കും 2 ദിവസത്തേക്ക്. ഇത് 2 ദിവസത്തേക്ക് കറി വെക്കാനും കൊടുക്കും. ഇവിടെ മീനില്ലാതെ ഭയങ്കര പാടാ. ഭയങ്കര നല്ല ആഹാരം കഴിക്കൂലാരും. ഞാനും പിള്ളേരും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ വേണോ കഴിക്കും. പക്ഷെ ചേട്ടനും അമ്മയ്ക്കും മീൻ വേണം. അങ്ങനെ ഇതെന്തൊരു മീന്? ഇത് കൊഴിയാള ഉണ്ടമ്മ. പിന്നെ നല്ല വങ്കടയുടെ കൊച്ചു കിടക്കുന്നത്. ഇതാണ് വങ്കടയുടെ കുട്ടി. വങ്കടയുടെ കുട്ടി, കൊഴിയാള എല്ലാം ഉണ്ട്. കണ്ണൻ കൊഴിയാള എല്ലാം കൂടെ ചേർന്നത്. കറി വെക്കാൻ പോണ്. ചെറിയ മീനാണുള്ള. ചെറിയ മീനേ ഉള്ളൂ. ആ ചെറുക്കൻ പയ്യ ഇങ്ങനെ
നീ പയ്യാണെങ്കിൽ വലിയ മീൻ വാങ്ങിച്ചാൽ എന്താ ചെറിയ മീൻ വാങ്ങി. ഈ ചെറുക്കനെ പറഞ്ഞ 1 രൂപ പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞേക്കില്ല തന്നെ. ഇവന്റെ സ്വഭാവം തന്നെ ഇങ്ങനെ തന്നെ. പണ്ട് ഇവിടെ മീൻ വരുമ്പോഴും നിങ്ങൾ പറഞ്ഞു വിടൂലേ മോന? യവനെ ഞാൻ പറഞ്ഞയക്കില്ല. അയക്കൂല? നിങ്ങൾ പോയി വാങ്ങിക്കോ? ഒന്നീ ഞാൻ പോയി വാങ്ങിക്കും, അവരാരെങ്കിലും പോയി വാങ്ങിക്കും. ഏവരാരെങ്കിലും? അമ്മ. അത് നിങ്ങളെ അമ്മ അച്ഛനും ഒക്കെ മരിച്ചതിന് ശേഷം നിങ്ങൾ മീൻ വാങ്ങിക്കുമായിരുന്നല്ലോ അമ്മ. അമ്മയൊക്കെ മരിച്ചതിന് ശേഷം ഞാൻ മീൻ വാങ്ങിക്കാം. അതെ. അപ്പൊ ആര് നിങ്ങൾ മാത്രമേ പോവുള്ളൂ? ഞാൻ പോകൂല. പോവൂലേ? പിന്നെ നിങ്ങൾ മീൻ പച്ച തിന്ന് കിടന്നതാ? മീന് പറ്റില്ല. അപ്പൊ പയറും എല്ലാം കൂടെ വേവിച്ചു. ആരമ്മ? അവര്. പയറാ? പയറ് വേവിച്ചു തരോ? ഞാൻ അവരുടെ ബഹളത്തിന് പോകുമ്പോ അടിയാവും. അടിയാവോ? ഈ ബഹളത്തിന് പോണേ എന്തിനാണ്? ഞാൻ ഒന്നി പോയി. ഞാൻ ബഹളത്തിന് പോകാതിരിക്കാൻ പറ്റൂല. തന്നെ? എപ്പോഴും ബഹളം ഉണ്ടാക്കണം. നീ ചായ ഇട്. നീ നടത്തിട്ട് ഞാൻ ചവറൊക്കെയാണ് ഇവിടെ. ബക്കറ്റ് ഇരിക്കുന്നു. തോണ്ട അവിടെയാണ് ചവറ് ഉറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാ ചവറ് ഉറക്കില്ല. പിന്നെ പറക്കും പോയി. നീ ചായ ഇട്. ഓ ശരി ശരി. വെളിയിലൊക്കെ കിടന്ന ചവറുകൾ